നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് എടവപ്പള്ളിയിൽ ഊട്ടുതിരുന്നാളാണ്. സ്വർഗരോപിത മാതാവിൻ്റെ ഊട്ടുതിരുന്നാൾ ഓഗസ്റ്റ് 15 തന്നെയാണ് എല്ലാ കൊല്ലവും ഞങ്ങളുടെ പള്ളിയിൽ ഊട്ടുതിരുന്നാൾ ആഘോഷിക്കാറ്. അതോടൊപ്പം തന്നെ ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചെന്നപ്പോൾ നമ്മുടെ മക്കൾ കണ്ടപ്പോൾ ഒന്ന് സല്യൂട്ടൊക്കെ അടിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാതാവിൻ്റെ കപ്പേളിൽ ലജീനിയും നൊവേനയും എല്ലാം ഉണ്ടായിരുന്നു. അവസാനമായി അച്ഛൻ്റെ ആശീർവാദമൊക്കെ സ്വീകരിച്ച് വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ ആഘോഷമായ പാട്ടുവാനി ഉണ്ടായിരുന്നു. പാട്ടുവാന കുറച്ച് നേരം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പള്ളിയിൽ ഫുഡ് വെഞ്ചിരിപ്പ് ഉണ്ടായിരുന്നു. ഫുഡ് വെഞ്ചിരിപ്പിന് ശേഷം നമ്മളൊന്ന് ഫുഡിൻ്റെ ഐറ്റംസുകളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ചോറ്, കായം ബീഫ്, മോരുകറി, ക്യാബേജ്, അച്ചാർ, ഇത്രയും ഐറ്റംസുകളൊക്കെ ആയിരുന്നു. ഇന്ന് എല്ലാ കൊല്ലം ഊട്ടുതിരുന്നാളിന് കായം ബീഫ് തന്നെയാണ് എല്ലാ കൊല്ലം പതിവ് ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം എടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഭക്ഷണം കഴിച്ചു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോന്നു. അതിനുശേഷം ഞങ്ങൾക്ക് മണ്ണമ്പേട്ടയിൽ എന്നൊരു മാമോദീസ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒന്ന് പള്ളി കുറേ നാളെ ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് പള്ളിയിൽ കയറി ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഏത് പള്ളിയിൽ ചെന്നാലും നമ്മളൊന്ന് കയറി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അവിടുത്തെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാപ്റ്റിസം നടത്തുന്ന കുട്ടിയുടെ പേര്. പാരിഷ് ഹാള് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റ് കൊണ്ടും സ്റ്റേജൊക്കെ ഭയങ്കര മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ പോയി പരിപാടിയിൽ വെച്ച് ഏറ്റവും നല്ലൊരു പരിപാടിയായിരുന്നു. നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും തുടങ്ങി ഫംഗ്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫുഡിൻ്റെ അവിടേക്ക് ഒന്ന് പോയി. അതിന് ഐസ്ക്രീമുകളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു എന്ന് മാത്രമല്ല. ഐസ്ക്രീമിൽ പലതരം വെറൈറ്റികളൊക്കെ ആയിരുന്നു. ഐസ്ക്രീമിൻ്റെ പലതരത്തിലുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ നിങ്ങൾ കാണിച്ചു തന്നു മാത്രം. ഇതിനെല്ലാം ശേഷം ഞാനിന്ന് അവിടെ നിന്ന് പള്ളിയിലേക്ക് വണ്ടി എടുക്കാൻ പോയി. അവിടെ നിന്ന് യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണാം. നന്ദി.